വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിതാ കുട്ടിപ്പട്ടാളത്തിനെയൊക്കെ കൊണ്ട് തൂവൽ തീരത്തേക്ക് പോവുകയാണ് കേട്ടോ. വെക്കേഷനൊക്കെ തീരാറായില്ലേ, അപ്പോൾ പിള്ളേരെ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ ഇതാ നമ്മൾ തൂവൽ തീരത്ത് എത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല തിരക്കൊക്കെ ഉണ്ട്. പാർക്കിംഗ് സ്ഥലത്തൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു സ്ഥലത്തൊക്കെ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് മെല്ലെ അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ടായിരുന്നേ. പിള്ളേർ കുറേ ദിവസമായി പറഞ്ഞു ബീച്ചിൽ പോകണം എന്ന്. അങ്ങനെ നമ്മളിതാ ബീച്ചിലേക്ക് ഇറങ്ങാൻ വിചാരിച്ച് ഇപ്പുറത്തെ സൈഡ് കൂടെയാണ് കേട്ടോ ഇറങ്ങിയത്. എൻട്രൻസ് കൂടെ അല്ല ഇറങ്ങിയത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ. അന്നേരം വെക്കേഷൻ കഴിയുന്നൊരു തിരക്കുമാണ്. പിന്നെ സൺഡേ കൂടിയാണല്ലോ, പറയണ്ടല്ലോ, പൊതുവേ തിരക്കായിരിക്കുമല്ലോ. പിന്നെ നമ്മളിതാ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ നോക്കി കുറേ സമയം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഇതാ ഒരാളോട് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നേ. അവൾ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ കുറേ സമയം അവിടെ ഇരുന്നു. ഞങ്ങളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതാ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ കടലിലേക്ക് ഇറങ്ങാനുള്ള പുറപ്പാടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ചെറിയ പയ്യന്മാരൊക്കെ കടലേക്ക് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ 2-3 പാക്കറ്റ് കടലയൊക്കെ വാങ്ങിച്ച് അതൊക്കെ കുറിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ. പിള്ളേർക്ക് എന്തായാലും വലിയ സന്തോഷമായിട്ടുണ്ട്. അവർ മാക്സിമം എൻജോയ് ചെയ്തു. എന്തായാലും നാളെ തൊട്ട് സ്കൂളിലേക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ ബീച്ചിൽ പോയി കളിച്ചങ്ങ് സന്തോഷിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ കുറേ സമയം അങ്ങോട്ടേക്ക് നടന്നു. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ വിചാരിച്ചു കുട്ടികൾക്കും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു നടന്നു. അപ്പോൾ ഇതാ കാണുന്ന പാലമാണ്, അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ പുഴയാണേ. പുഴയിൽ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോണ്ട് കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നു. മീനൊക്കെ പിടിച്ച് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ. നമുക്ക് പരിചയമുള്ള നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിലവരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുഴയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരത്തെ ഒരു സമയം കൂടിയല്ലേ. പിന്നെ അവിടെ സന്ധ്യാസമയം ആയത് കാരണം കുറച്ച് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ കണ്ട് പൊടിയാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതൊന്നും കാണിക്കാൻ നിന്നില്ല, വേഗം ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഓരോരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇതാ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഓരോരുത്തർ ഓരോ ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചത്. ഓരോരുത്തർ ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, വാനില, അങ്ങനെ പല പല തരത്തിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതാ പാനിപ്പൂരി വെക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു പയ്യൻ. അവൻ പറഞ്ഞത് ഹോം മെയ്ഡ് സാധനമാണ്, അടിപൊളി സാധനമാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കഴിച്ചു നോക്കി കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്വാദൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് വന്നു കേട്ടോ. രാത്രി ആയിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.